നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പൊന്നാടയും കിരീടവും ഒന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ അടുക്കൽ ചെലവായില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയും നടത്തിയ യാചനയൊന്നും വിജയുടെ അടുത്ത് വില പോയില്ല. പുതിയ അണക്കെട്ട് തമിഴ്നാട് പറയുന്ന സ്ഥലത്ത് കേരളത്തിന്റെ ചിലവിൽ പണിത് മുല്ലപ്പെരിയാറിലെ മുഴുവൻ വെള്ളവും തമിഴ്നാടിന് കൊടുക്കാമെന്ന് സതീശന്റെ അടിയറവ് പറച്ചിലൊന്നും വിജയ് വീണില്ല. ഇതോടെ കേരളം വീണ്ടും ഭീതിയുടെ മുൾമുനയിലായി. 132 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ബലക്കുറവില്ലെന്നും ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നുമുള്ള നിലപാട് വിജയ് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ആവർത്തിച്ചതോടെ വിഷയത്തിന് വീണ്ടും തീപിടിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് ഇലക്ഷൻ പ്രകടന പത്രികയിൽ വിജയ് നൽകിയ പ്രഖ്യാപനത്തെ തുടർന്ന് DMKയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന തേനി, കമ്പം, മധുര പ്രദേശങ്ങളിലെ ഭൂരിപക്ഷം സീറ്റും TVK കൈക്കലാക്കി. ഇതിനുശേഷമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കം തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത്. അണക്കെട്ടിന്റെ മാതൃക, നിർമ്മാണം, സ്ഥാനം എന്നിവ തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടും തമിഴ്നാട് നിർദാക്ഷിണ്യം നിർദ്ദേശം തള്ളുകയാണ്. അണക്കെട്ടിന് പ്രശ്നമില്ലെന്ന് ഉന്നത അധികാര സമിതി ചൂണ്ടിക്കാട്ടിയതാണെന്നും മന്ത്രി പറഞ്ഞു. അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടി ആക്കണമെന്നാണ് തമിഴ്നാട് നിലപാടെന്നും ചില ഘട്ടങ്ങളിൽ 142 അടി വരെ ജലനിരപ്പ് ഉയർത്താറുണ്ടെന്നും തമിഴ്നാട് നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. കേരളത്തിലെ 50 ലക്ഷം ജനങ്ങളുടെ ജീവനാണ് ഇതോടെ തുലാസിലായിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും ഉയർത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അടുത്തിടെ തമിഴ്നാട് നിയമസഭയിലും പറഞ്ഞിരുന്നു. കേരളത്തിലെ 6 ജില്ലകൾ നാമാവശേഷമാകുന്ന മഹാദുരന്തം ഏത് നിമിഷവും സംഭവിക്കാം എന്നതാണ് കേരളത്തിന്റെ ആശങ്ക. മുല്ലപ്പെരിയാറിൽ നിന്ന് 999 വർഷം വെള്ളം കൊടുക്കണമെന്ന കരാർ നിലനിൽക്കുന്നിടത്തോളം കേരളത്തിന് യാതൊന്നും ചെയ്യാനാവില്ല. തമിഴ്നാട് സർക്കാർ കനിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുകയുള്ളൂ. ഇതിനിടയിലും അടുത്തിടെ നടത്തിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലക്ഷയം പരിശോധനാ ഫലം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പൂഴ്ത്തി എന്നതിലും ആശങ്കയേറുകയാണ്. 1.25 നൂറ്റാണ്ട് മുമ്പ് പണി തീർത്ത അണക്കെട്ടിന്റെ ബലവും സുരക്ഷയും പരിശോധിക്കാൻ നടത്തിയ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധനാ ഫലമാണ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ 12 ദിവസത്തെ പരിശോധനയിൽ അണക്കെട്ട് സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 2011 മാർച്ചിൽ പരിശോധന നടത്താൻ ഒരുങ്ങിയെങ്കിലും ഉപകരണം തകരാറായി പരിശോധന മുടങ്ങുകയായിരുന്നു. വീണ്ടും 14 വർഷത്തിന് ശേഷമാണ് ഫ്രാൻസിൽ നിന്നെത്തിച്ച ഉപകരണം ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ അണക്കെട്ട് അടിയന്തരമായി പൊളിച്ചു മാറ്റേണ്ട വിധം ദുർബലമാണെന്നാണ് സൂചന. 120 അടി നീളമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചായിരുന്നു ആദ്യഘട്ട പരിശോധന. മുമ്പ് കേരളം നടത്തിയ പഠനത്തിൽ അണക്കെട്ടിൽ 110 അടിക്ക് താഴെ സുർക്കി മിശ്രിതം പോയി കരിങ്കല്ലുകളിൽ തെളിഞ്ഞ നിലയിലുമായിരുന്നു. എന്നാൽ ഈ പഠനം അംഗീകരിക്കാൻ തമിഴ്നാട് അംഗീകരിച്ചിരുന്നില്ല. കാലവർഷം അതിശക്തമായിരിക്കെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തി കേരളത്തെ തകർക്കാനുള്ള വിധം തമിഴ്നാട് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 131 വർഷത്തെ കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഗൗരവമായി നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. ഡാമിന്റെ ബലവും ബലക്ഷയവും തർക്കവിഷയമാക്കാതെ പുതിയത് പണിയുക മാത്രമാണ് ആശങ്കയകറ്റാനുള്ള പരിഹാരം. 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഡാമിൽ ഇനി ബലപ്പെടുത്താൻ അസാധ്യമാണ്. ഓരോ വർഷവും ഡാം കൂടുതൽ പഴകി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അണക്കെട്ട് പണിയുന്നതിലും ആശങ്കയേറെയുണ്ട്. അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത് എന്നിരിക്കെ പണി ആരംഭിക്കുമ്പോൾ തന്നെ നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും. ഇപ്പോഴുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുക എന്നതും അസാധ്യമായ കാര്യമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം പ്രത്യേകം ടണൽ വഴി ഇടുക്കി ജലാശയത്തിൽ എത്തിച്ച ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ച് പുതിയത് പണിയുക മാത്രമാണ് പോംവഴി.